പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ 32ാമത്തെ ദിവസമാണ്. ദൈവം അതിഭദ്രമായി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പാനീയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് കടന്നു വന്നിരിക്കുന്നത് പ്രത്യാശ എന്നുള്ള വിഷയവുമായിട്ടാണ്. പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രത്യാശയുള്ളവർക്കാണ് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. നാം വാഗ്ദത്തങ്ങൾ കേൾക്കുന്നു, വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. വിശ്വാസം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കടന്നു വരുന്നു. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനെ നാം നോക്കുകയാണെങ്കിൽ, അബ്രഹാം പ്രത്യാശയോടുകൂടി കാത്തിരുന്നത് ആ വാഗ്ദത്തങ്ങൾ നിറവേറി ലഭിക്കുന്നതിനായിട്ട് കാത്തിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാത്തിരിപ്പ്, പ്രത്യാശയോടുള്ളൊരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തതായ ഓരോ കാര്യങ്ങളും നാം വിശ്വാസത്തോടുകൂടി പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടായിരിക്കണം. ദൈവം നമുക്ക് നൽകിയത് എന്നായാലും നടത്തി തരുമെന്നുള്ള ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് എത്രയോ വർഷക്കാലം ആ വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അബ്രഹാം വെയിറ്റ് ചെയ്തു. അബ്രഹാം പ്രത്യാശയോടുകൂടെ ഇരുന്നു. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നതിനോടൊപ്പം ദൈവത്തിൽ പ്രത്യാശ കൂടെ വച്ചിരുന്നു. ആ പ്രത്യാശ കാരണമാണ് കർത്താവ് ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. പ്രത്യാശയില്ലാതെ പിറുപിറുത്തതായ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കാണുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് നൽകുമെന്നുള്ള ഉറപ്പും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനോടൊപ്പം ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനായിട്ടുള്ള പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നാം താഴ്ന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നതായ ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനിടയായിത്തീരും. പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും പല രീതിയിലുള്ള വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടാകും. ആ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാനായിട്ട് പ്രത്യാശയോടുകൂടി കാത്തിരിക്കണം. പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങൾ പ്രത്യാശയോടെ, ആശ നശിക്കാതെ നാം ആശിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞത് എന്നായാലും എത്ര വൈകിയാലും നടത്തി തരുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടി, ഉറപ്പോടുകൂടി ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നാൽ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രത്യാശ കണ്ടിട്ട്, നമ്മുടെ വിശ്വാസം കണ്ടിട്ട് നടത്തി തരുവാൻ ഇടയായിത്തീരും. നാം പ്രത്യാശിക്കണം, ദൈവസന്നിധിയിൽ പ്രത്യാശിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അതിനായി നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രത്യാശ കൈവിടാതെ ആയിരുന്നാൽ നിശ്ചയമായും വാഗ്ദത്തം ചെയ്തവൻ, നമുക്ക് വാക്കു മാറാത്തവനായ ദൈവം നമുക്ക് ആ കർത്താവ് നൽകിയതായ സകല വാഗ്ദത്തങ്ങളും നിറവേറ്റി തരുവാൻ ഇടയായിത്തീരും. ഇനി തുടർന്നും പ്രത്യാശയോടുകൂടി പ്രാപിച്ച മറ്റു ഭക്തന്മാരെക്കുറിച്ച് നമുക്ക് തുടർന്നും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. പ്രത്യാശയെക്കുറിച്ച് ചില ദിവസങ്ങളിൽ പഠിക്കുവാനായിട്ട് നമുക്ക് ആരംഭിക്കാം.